ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന തേർഡ് മൊഡ്യൂൾ, കാൽക്കുലസിലെ തേർഡ് മൊഡ്യൂളിലെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആൻഡ് ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ടോപ്പിക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ടോപ്പിക് നിങ്ങൾ 2019 അഡ്മിഷൻ കുട്ടികള് പുതിയ S2 ക്ലാസ്സിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന S2 ക്ലാസ്സിൽ വെക്ടർ കാൽക്കുലസ് എന്ന് പറയുന്ന മൊഡ്യൂളിലാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി പഠിച്ച കാൽക്കുലസ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇത് തേർഡ് മൊഡ്യൂളിലാണ്, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് മൊഡ്യൂളിലാണ് അവർ പഠിക്കുക. അപ്പൊ എനിവേ രണ്ട് ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണിത്, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ബിടെക് മാത്തമാറ്റിക്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഗ്രേഡിയന്റ് ആൻഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പൊ എന്താണ് ഒരു ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം. സപ്പോസ് f of x, y, z എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡെൽ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫ് എക്സ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എഫ് സെഡ് ഓഫ് എക്സ് വൈ സെഡ് കെ. അതായത് ഒരു വെക്ടറിനെ ഒരു ഫംഗ്ഷനെ, ഒരു സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷനെ നമുക്കൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കി മാറ്റാൻ നമുക്ക് ഈ ഗ്രേഡിയന്റ് ഉപയോഗിക്കാം. ആൻഡ് ഗ്രേഡിയന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡെൽ എഫ്. ഡെൽ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ആണ്, അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോ ഇവിടെ എക്സിലും വൈയിലും സെഡിലും ഉള്ള ഒരു ഫംഗ്ഷനെ നമുക്ക് ഡെൽ എഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം, എഫ് എക്സ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എഫ് സെഡ് ഓഫ് എക്സ് വൈ സെഡ് കെ. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഗ്രേഡിയന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എക്സിനും വൈക്കും സെഡിനും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആ പോയിന്റിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെൻ ഇവിടെ നമ്മള് എഫില് ഡെൽ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ, ഈ ഡെൽ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുക. ഡെൽ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഇതാണ്, ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആൻഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷന്റെ ഡെൽ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ ഡെല്ലില് ആ ഫംഗ്ഷന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ്, വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഐ കമ്പോണന്റ്, ജെ കമ്പോണന്റ്, കെ കമ്പോണന്റ് റെസ്പെക്ടീവ്ലി എഴുതുന്നത്. അപ്പൊ ഈ ഒരു വെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്, ഗ്രേഡിയന്റ് വെക്ടർ എന്ന് പറയേണ്ടത്. നെക്സ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് a unit vector u equal to vector u equal to u1i plus u2j plus u3k. ഇങ്ങനെ ഒരു യൂണിറ്റ് വെക്ടർ എന്ന് വിചാരിക്കാം. ഈ ഫംഗ്ഷന്റെ, ഈ സർഫസിന്റെ അല്ലെങ്കിൽ ഈ ഒരു സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷന്റെ directional derivative in the direction of the unit vector u equal to u1i plus u2j plus u3k at the point x0, y0, z0 is ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, du of f at the point x0, y0, z0. Directional derivative of f in the direction of the unit vector u ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് എക്സ് വൈ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്, അങ്ങനെ പറയാം, എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഡോട്ട് യു എന്ന് പറയാം. അതായത് ഡെൽ എഫ് ഡോട്ട് യു എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക, ഇങ്ങനെയായിരിക്കും. ഡെൽ എഫ് ഡോട്ട് യു ആണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഈ സാധനം?
ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൽ എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ ആണ് ഡെൽ എഫ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് യൂണിറ്റ് വെക്ടർ യു, u1 i പ്ലസ് u2 j പ്ലസ് u3 k. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? എഫ് എക്സ് u1 പ്ലസ് എഫ് വൈ u2 പ്ലസ് എഫ് സെഡ് u3. ഓക്കെ, ഇവിടെ എഫ് എക്സ് എഫ് വൈ എഫ് സെഡ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ആയിരിക്കുവേ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് into u1 plus fy of x naught y naught z naught into u2 plus fz of x naught y naught z naught into u3. ഇങ്ങനെ എഴുതാം. ഇതിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ f of x at the direction അല്ലെങ്കിൽ in the direction of the unit vector u at the point x naught y naught z naught എന്ന് പറയുന്നത്. ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ചോദിക്കാറുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അതായത് മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് a unit vector. Maximum value of the directional derivative എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. It is modulus of del f, modulus of delta f. Okay, del f, modulus of del f ആണ് നമ്മൾ എടുക്കേണ്ടത്. In the direction of maximum value of the directional derivative is this one, in the direction of the unit vector of the unit vector. ഇതും ചോദിക്കാറുള്ളതാണ്. del f by norm del f. അതായത് മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടുന്ന യൂണിറ്റ് വെക്ടർ ഏത് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആയിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് ചെയ്താൽ മതി, del f by mod del f. ആൻഡ് അതുപോലെ തന്നെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് മിനിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, value of the directional derivative is minus modulus del f ആണ്. It is in the direction of minimum value of the directional derivative എന്ന് പറഞ്ഞാൽ minus mod del f in the direction of the unit vector opposite to this one. അതായത് minus del f by mod del f എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും മിനിമം വാല്യൂ കിട്ടുന്നുണ്ടാവുക. ഡയറക്ഷൻ ഡെറിവേറ്റീവിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു y. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് -2 0 and find the unit vector in the direction in which the maximum value occur. സാധാരണ രീതിയിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്ടർ വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ നമുക്ക് തരാറുണ്ട്. ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ മാക്സിമം വാല്യൂ ആൻഡ് ആ മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്ന ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. ഫോർ ദാറ്റ് നമുക്ക് ആദ്യം ഫംഗ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് എഴുതാം. എഫ് ഓഫ് എക്സ് വൈ 2 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ. അപ്പോ നമുക്കറിയാം മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മോഡ് ഡെൽ എഫ് ആണ് അല്ലെ. അപ്പോ ഇവിടെ ഗ്രേഡിയന്റ് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെൽ എഫ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ. കാരണം ഇവിടെ 2 വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ട് ഐയും ജെയും മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി കമ്പോണൻസ് ആയിട്ട്. അപ്പൊ എഫ് എക്സും എഫ് വൈയും നമുക്ക് കണ്ടുപിടിക്കണം. എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ദാറ്റ് ഇസ് 2x ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് വരും. കാരണം ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു വൈ കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x വരും.
അതുപോലെ fy എന്താണ് വരിക എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു വൈന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ തന്നെയാണ്. അപ്പൊ എഫ് എക്സും എഫ് വൈയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ എഫ് എക്സും എഫ് വൈയും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ നോക്കൂ. ഡെൽ എഫ് ഇസ് ഈക്വൽ ടു 2x into e raised to y I plus x square into e raised to y j. ഇതാണ് ഡെൽ എഫ് എന്ന് പറയുന്ന ഗ്രേഡിയന്റ്. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം വാല്യൂ ഓഫ് ദ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോഡുലസ് എടുക്കുകയാണ് വേണ്ടത്. ബട്ട് മാക്സിമം വാല്യൂ അറ്റ് ദ പോയിന്റ് -2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡെൽ എഫ് അറ്റ് -2 എന്താന്ന് എഴുതി നോക്കാം. എക്സിന് പകരം -2ഉം വൈക്ക് പകരം 0യാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 2 into -2 e raised to 0 I plus 2 square into e raised to 0 j. That is equal to -4 e raised to 0 പറഞ്ഞ 1 ആണ്. -4i plus 2 square അതും 4 ആണ്, 4j അല്ലെ. അപ്പൊ ഇതാണ് ഡെൽ എഫ് അറ്റ് -20 എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ മാക്സിമം is മോഡ് ഡെൽ എഫ് ആണ്. അപ്പൊ ഈ വെക്ടറിന്റെ മോഡുലസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. റൂട്ട് ഓഫ് -4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. വെക്ടറിന്റെ മോഡുലസ് എടുക്കാൻ എല്ലാവർക്കും അറിയാം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് മോഡുലസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എന്ന് വരും 4 റൂട്ട് 2 എന്ന് വരും അല്ലെ. 32 വരിക, 32 4 റൂട്ട് 2 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് -20. ദെൻ അതിന്റെ കൂടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് വെക്ടർ ഇൻ വിച്ച് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ മാക്സിമം വാല്യൂ ഒക്കർ. മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ യൂണിറ്റ് വെക്ടർ നമുക്ക് ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽ എഫ് ബൈ മോഡ് ഡെൽ എഫ്. ഇതാണ് ആ യൂണിറ്റ് വെക്ടർ. മാക്സിമം ആയതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് എടുത്തത്. മിനിമം ആയിരുന്നെങ്കിൽ മൈനസ് ആണ്, നെഗറ്റീവ് ആണ് നമ്മൾ എടുക്കേണ്ടത്. മിനിമം ചോദിക്കുമ്പോൾ മിനിമം ആണെങ്കിൽ നമ്മൾക്ക് മാക്സിമം വാല്യൂ മിനിമം എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് നെഗറ്റീവ് ആണ് എടുക്കാം. ഓക്കെ, എനിവേ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഡെൽ എഫ് എസ് -4i plus 4j ആണ് ഡെൽ എഫ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 4 into √2 അല്ലെ. 4 ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് 4 into -i plus j divided by 4 √2. 4 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ -i plus j by √2 എന്ന് കിട്ടും. ഇതാണ് യൂണിറ്റ് വെക്ടർ ഇൻ വിച്ച് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഹാവ് ദ മാക്സിമം വാല്യൂ. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്സിന് മുമ്പ് ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f equal to x square y minus y z cube plus z at 1 -20 in the direction of the vector 2i plus j plus 2k. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെക്ടറിനെ നമ്മൾ എന്താക്കി മാറ്റണം, യൂണിറ്റ് വെക്ടർ ആക്കിയിട്ട് മാറ്റണം. ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ ആണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പൊ എനിവേ ഇവിടെ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡെൽ എഫ് ആദ്യമായിട്ട് ഗ്രേഡിയന്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ സെഡ് ക്യൂബ് പ്ലസ് സെഡ് ആണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിന്റെ ഗ്രേഡിയന്റ് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ ആണ്. ഇവിടെ ഐ ജെ കെ എന്ന് പറഞ്ഞ 3 കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനിലെ 3 വേരിയബിൾസ് ഉണ്ട്. പോയിന്റും 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എഫ് എക്സും എഫ് ഐയും എഫ് സെഡും നമ്മൾ കണ്ടുപിടിക്കണം. എഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2xy എന്ന് വരും അല്ലെ. ബാലൻസിൽ ഒന്നും എക്സ് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് ഒക്കെ 0 ആയിരിക്കും. ഇവിടെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x into y. Then fy that is equal to with respect to y ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് സെഡ് ക്യൂബ്. ഇവിടെയും y ഉണ്ട്, ഇതിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇവിടെയും y ഉണ്ട്, ഡെറിവേറ്റീവ് 1 വരും. ഡെറിവേറ്റീവ് 0 ആയിരിക്കും. fy ആൻഡ് എഫ് സെഡ് എസ് ഇവിടെ z ഇല്ല, 0 ആയിരിക്കും ഇതിന്റെ ഡെറിവേറ്റീവ് വരിക. ആൻഡ് ഇവിടെ മൈനസ് 3yz² വരും. കാരണം y കോൺസ്റ്റന്റ് ആണ്, മൈനസ് y കോൺസ്റ്റന്റ് ആണ്. z ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3z² പ്ലസ് zന്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. അപ്പൊ എഫ് എക്സ് എഫ് വൈ എഫ് സെഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിനകത്ത് ഡെൽ എഫ് എന്താന്ന് എഴുതാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽ എഫ് ഇസ് ഈക്വൽ ടു 2xyi പ്ലസ്
x square minus z cube j plus minus 3yz square plus 1k. ഇതാണ് del f. Del f at the point 1 minus 2 0 നമുക്ക് കണ്ടുപിടിക്കണം. del f at 1 minus 2 0. ഇവിടെ z ന് 0 കൊടുക്കുക, y ക്ക് minus 2 കൊടുക്കുക, x ന് 1 കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2 into 1 into minus 2i plus 1 square minus 0 cube j plus minus 3y, y യുടെ വാല്യൂ minus 2 ആണ്. 3 into minus 2 into 0 square plus 1k എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യാം. minus 4i plus j, ഇവിടെ 0 വരും, ഇത് plus 1k അല്ലെ, പ്ലസ് k വരും. അപ്പൊ ഇതാണ് del f at 1 minus 2 0. then നമുക്ക് തന്നിട്ടുള്ള വെക്ടർ അതിനെ യൂണിറ്റ് വെക്ടർ ആക്കാം, നമ്മള് യു ക്യാപ്പ് ആക്കാൻ വേണ്ടിട്ട് വെക്ടർ യു 2i plus j plus 2k ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. ഇതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുന്നത് നോക്കൂ. √2 square plus 1 square plus 2 square. Okay, that is equal to 2i plus j plus 2k divided by 4 plus 4 8, 8 plus 1 9, 9 √9 എന്ന് പറഞ്ഞാൽ 3 വരും. അപ്പോ ഇവിടെ u എന്ന് പറയുന്ന വെക്ടറിന് കമ്പോണൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. 2/3i plus 1/3j plus 2/3k. ഇനി ഈ യുവും നമ്മുടെ del f ഉം ആണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കുക. അതാണ് നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് is duf, that is equal to fx into u1 plus fy into u2 plus fz into u3. അതായത് del f dot u എന്ന് പറയും. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം നമുക്ക്. ഇതിന് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാം. -4 into 2/3 plus 1 into 1/3 plus 1 into 2/3. that is equal to -8 plus 1 plus 2 all divided by 3 എന്ന് വരും. എത്രയായിട്ട് ഇവിടെ ഇത് 3 minus 5/3 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ in the direction of the vector ui plus j plus 2i plus j plus 2k at the point 1 minus 2 0. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മുമ്പ് 5 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. മനസ്സിലാക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഗ്രേഡിയന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോ ഇത് ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. മുമ്പ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. given that the directional derivative of f of x y z at 3 minus 2 1 in the direction of 2i minus j minus 2k is -5, and that modulus del f of 3 minus 2 1 is 5. Find del f of 3 minus 2 1. ആ പോയിന്റിലുള്ള ഡയറക്ഷണൽ ഗ്രേഡിയന്റ് del f കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താ തന്നിട്ടുണ്ട്? du ഓഫ് എഫ് തന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് എത്രയാണ്? -5 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? മോഡുലസ് del f എന്താന്ന് തന്നിട്ടുണ്ട്. മോഡുലസ് del f is 5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അറ്റ് ദ പോയിന്റ് 3 minus 2 1 ആണ്. ശ്രദ്ധിക്കണം. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ? du of f, directional derivative of f is equal to minus modulus f എന്ന് എഴുതാലോ? എഴുതിക്കൂടെ? കാരണം മോഡുലസ് del f എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ -5 ആണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് യു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നൊട്ടേഷൻ ഇതിന് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു കാര്യം എന്താണ്? ഇത് ഇപ്പൊ നോക്കി നോക്കൂ നിങ്ങൾ. ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ മിനിമം വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇത് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ മാക്സിമം വാല്യൂ ആണ്. മൈനസ് വരുമ്പോൾ അതെന്താവും? മിനിമം വാല്യൂ ആവും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ മിനിമം വാല്യൂ ആണ്
ഇവിടെ എഴുതിയേക്കുന്നത് മോഡുലസ് ഡെൽ എഫ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഡെൽ എഫ് ബൈ മോഡ് ഡെൽ എഫ് ആയിരിക്കും. കാരണം മിനിമം വാല്യൂ വരുന്ന സമയത്ത് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഡെൽ എഫ് ബൈ മോഡ് ഡെൽ എഫ് ആണ്. അതായത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ് ബൈ മോഡ് ഡെൽ എഫ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഡയറക്ഷൻ യു എന്താണെന്ന്, യു ക്യാപ്പ് എന്താണെന്ന് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള വെക്ടർ ഒരു യൂണിറ്റ് വെക്ടർ അല്ല. അപ്പൊ നമ്മൾ ആ വെക്ടറിനെ യൂണിറ്റ് വെക്ടർ ആക്കണം. ഇവിടെ 2i മൈനസ് ജെ മൈനസ് 2k ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള വെക്ടർ. ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് മൈനസ് ഡെൽ എഫ് ബൈ മോഡ് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ദെൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? 2i മൈനസ് ജെ മൈനസ് 2k ഡിവൈഡഡ് ബൈ ഇത് 4 പ്ലസ് 4 8 8 പ്ലസ് 1 9 റൂട്ട് 9 എന്ന് പറയുമ്പോൾ 3 ആണ് വരിക. Now it is equal to മൈനസ് ഓഫ് ഡെൽ എഫ് ബൈ 5 അല്ലെ? അതങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ആയില്ലേ? ആ വാല്യൂ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 5 ബൈ 3 ഇൻറ്റു 2i മൈനസ് ജെ മൈനസ് 2k ഈക്വൽ ടു ഡെൽ എഫ് എന്ന് കിട്ടിയില്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 10 ബൈ 3i പ്ലസ് 5 ബൈ 3j പ്ലസ് 10 ബൈ 3k ആണ് ഇവിടുത്തെ ഡെൽ എഫ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള ആൻസർ ഇതാണ്. ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് 3 minus 2 1 is minus 10 by 3i plus 5 by 3j plus 10 by 3k. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആൻഡ് ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ആണ്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ള. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു സെക്ഷനിൽ ചോദിക്കുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ കുറവായിരിക്കും. അത് 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടും 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടും 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആൻഡ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.